മിൽമ പാൽ വില വർധന താൽക്കാലമില്ല. വിഷയത്തിൽ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പഠനം നടത്തും. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വില കൂട്ടുന്നത് പരിഗണിക്കും. ക്ഷീരകർഷകരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ വിപണിയിൽ ഉണ്ടാകുന്ന തിരിച്ചടി അതുമൂലം എന്തെങ്കിലും ഉണ്ടാവുമെങ്കിൽ അത് എത്രത്തോളം എന്ന ആശങ്കയുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ ചർച്ച ചെയ്ത് എല്ലാ വശങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് നമ്മളൊരു 5 അംഗ കമ്മിറ്റിയെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. നമുക്കിത് മുന്നോട്ട് പോകാൻ കർഷകർ നിലനിൽക്കണം, അതോടൊപ്പം മിൽമ എന്നുള്ള സ്ഥാപനം നിലനിൽക്കണം. അങ്ങനെ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് അടുത്ത ബോർഡിന് നമുക്ക് മുമ്പിൽ തരാനായിട്ടാണ് ഇപ്പോൾ ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. RB സനൂപ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. സനൂപ്, വിദഗ്ധ സംഘം പഠിച്ചതിന് ശേഷം തീരുമാനിക്കാമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അടുത്ത ബോർഡ് യോഗത്തിനുള്ളിൽ ആ ഒരു തീരുമാനമുണ്ടാകുമെന്ന് കരുതാമോ? അമൃത, തൽക്കാലം മിൽമ പാലിന്റെ വില കൂടില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അടുത്ത ബോർഡ് യോഗം ചേരുന്നത് അടുത്ത മാസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ ഈ ഒരു മാസക്കാലം മാത്രമായിരിക്കും ഈ പാൽവില വർധനവ് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇന്ന് ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ യോഗമാണ് തിരുവനന്തപുരത്തെ മിൽമയുടെ ആസ്ഥാനത്ത് ചേർന്നത്. മിൽമ ചെയർമാൻ, അതേപോലെ തന്നെ 3 മേഖലാ യൂണിയനുകളുടെയും ചെയർമാൻ, MD-മാർ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട അജണ്ടയായിട്ടുണ്ടായിരുന്നത് മിൽമ പാലിന്റെ വില 3 രൂപ മുതൽ 4 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു. ക്ഷീര കർഷകർ ഇപ്പോൾ ഈ പാലുൽപാദനത്തിൽ നേരിടുന്ന തിരിച്ചടി, അതിന്റെ ആ ഒരു നഷ്ടം പരിഹരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നൊരു ആശയമായിരുന്നു ഈ പാൽവില വർധനയ്ക്ക് പിന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് 3 യൂണിയനുകളുടെയും അഭിപ്രായം തേടിയിരുന്നു. അതിൽ തിരുവനന്തപുരം യൂണിയനും എറണാകുളം മേഖലാ യൂണിയനും ഈ പാൽവില വർധനയ്ക്ക് അനുകൂലമായിട്ടുള്ള സമീപനമാണ് എടുത്തത്. എറണാകുളം മേഖലാ യൂണിയൻ പറഞ്ഞത് ലിറ്ററിന് 10 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നതായിരുന്നു. തിരുവനന്തപുരത്തെ യൂണിയൻ ആവശ്യപ്പെട്ടത് ഈ ഉൽപാദനത്തിന് ആനുപാതികമായിട്ട് അതിലുണ്ടാകുന്ന ചെലവും മറ്റുമൊക്കെ നോക്കി അതിനനുസൃതമായിട്ടുള്ള വില വർധനവ് വേണമെന്ന്. പക്ഷേ വില വർദ്ധിപ്പിക്കേണ്ട എന്നാണ് മലബാർ മേഖലാ യൂണിയൻ ഇതിൽ നിലപാടെടുത്തത്. എന്തായാലും ഒരു 5 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പഠിച്ച ശേഷം ഇതിലൊരു തീരുമാനമെടുക്കാമെന്നാണ് ഈ യോഗത്തിൽ നിലവിൽ തീരുമാനമായിട്ടുള്ളത്. അതുപ്രകാരം 5 അംഗ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ ക്ഷീര കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പാൽവില വർധനവ് നടത്തിയാൽ അത് മിൽമയ്ക്ക് വിപണിയിൽ വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ പാലിപ്പോ ഇവിടെ വിൽക്കുന്നുണ്ട്. അവരൊന്നും വില കൂട്ടാതിരിക്കുകയും മിൽമയുടെ വില കൂടുന്നതനുസരിച്ച് വിപണിയിൽ മിൽമയ്ക്ക് തിരിച്ചടി ഉണ്ടാവും എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 5 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ട് പഠിക്കാൻ തീരുമാനിച്ചത്. ആ വിദഗ്ധ സമിതി അടുത്ത ബോർഡ് യോഗത്തിന് മുമ്പാകെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എത്ര രൂപ ഇനി വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക.